തൃശൂർ ജില്ലയിലെ നെല്ലിക്കുന്ന് പോളിന്റെയും ജിസ്മിയുടെയും സ്വപ്ന വീട്. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഒത്തിണക്കി പുതിയൊരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത്തരത്തിലുള്ള ഒരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഷൈനി ഹോംസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഏവർക്കും സ്വാഗതം. എൽ ഷേപ്പിലാണ് ഇതിന്റെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വിശാലത തോന്നുന്ന രീതിയിൽ തന്നെ എലിവേഷന് യോജിക്കുന്ന രീതിയിൽ തന്നെ സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നു. സിറ്റ് ഔട്ടിന്റെ ഒരു ഭാഗത്തായി ഒരു ഷൂ റാക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും മെയിൻ എൻട്രി നേരെ ലിവിംഗ് റൂമിലേക്കാണ്. വിശാലമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് നാം കടന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് 2 പാർട്ടായിട്ട് ലിവിംഗ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിനെ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് ഡ്രോയിങ് റൂം എന്ന് തന്നെ പറയാം. ഇതൊരു ഫാമിലി സിറ്റിംഗ് ഏരിയ. രണ്ടും ക്ലബ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരുക്കങ്ങൾ. ഏത് സ്പേസിലിരുന്നാലും യാതൊരു തടസ്സവും ഇല്ലാതെ TV കാണുന്നതിനുള്ള അറേഞ്ച്മെന്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. മൊത്തം ഈ ഒരു വീടിന്റെ കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അതിനോട് ഇണങ്ങിയ നിറങ്ങളാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വുഡൻ ഫിനിഷാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തായി വളരെ പ്രത്യേകമായ രീതിയിൽ തന്നെ ഒരു പ്രയർ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. വുഡൻ ഫിനിഷും ക്ലാഡിംഗ് സ്റ്റോണും ആണ് അതിന്റെ ഫിനിഷിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്നും നാം കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ വളരെ വിശാലമായ ഒന്നായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലോട്ടും കിച്ചണിലോട്ടും സ്റ്റെയർ കേസും എൻട്രി ആവുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു ഡൈൻ ഔട്ട് പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലെ പ്രൈവസി ഒട്ടും നഷ്ടപ്പെടാതെ ഒരു വാഷ് കൗണ്ടർ
ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ അടിഭാഗം യൂട്ടിലിറ്റി സ്പേസായി, ഒരു സ്റ്റോറേജ് സ്പേസായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഇതിന്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ ഉപയോഗിച്ചാണ്. സീലിംഗും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് കണക്ട് ചെയ്ത് തന്നെ ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ മാക്സിമം സാധ്യമാകുന്ന രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇരുപാളികളുള്ള 2 ജനലുകൾ ഈ റൂമിലോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. വളരെ പ്ലസന്റ് ആയ ഒരു കളറാണ് ഈ ബെഡ്റൂമിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. യെല്ലോയിഷ്. ഏതുതരം മാനസികാവസ്ഥയിലും വളരെ ഉന്മേഷം നൽകുന്ന ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഈ റൂമിൽ പ്രകടമാകുന്നതാണ്. അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സീലിംഗ് വർക്കുകളും. ഈ ബെഡ്റൂമിലും നമുക്ക് ഒരു ചെറിയ സീറ്റിംഗ് സ്പേസ് കാണുന്നുണ്ട്. ഇതിനോട് കണക്ട് ചെയ്ത് ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്.
ഡൈനിങ്ങിൽ നിന്നും നാം ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് കിച്ചണിലോട്ടാണ്. ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് 2 പാർട്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ കിടപ്പ് പോലെ തന്നെ കിച്ചണിൽ നിന്നും മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ്. കിച്ചണിൽ നിന്നും മുന്നിലോട്ട് കാണുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ കളർ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് റെഡും വൈറ്റും കോമ്പിനേഷനാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ നമുക്കിവിടെ കാണാം. പോളും കുടുംബവും ഈ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഓഫീസിലോട്ട് വരുമ്പോൾ അവരുടെ പ്രധാനമായ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പ്ലോട്ടിന് വിഡ്ത് കുറവും നീളം കൂടുതലുമായിരുന്നു. കുറഞ്ഞ വീതിയിലും നീളം കൂടുതലുമുള്ള പ്ലോട്ടിൽ ഒരു വീട് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് ആദ്യം തന്നെ കൺവിൻസ്ഡ് ആയിരുന്നു. എന്നാൽ ഞാൻ അവരുടെ അടുത്ത് അവരുടെ ആഗ്രഹങ്ങൾ പറയുവാനാണ് പറഞ്ഞത്. അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം 2 ബെഡ്റൂം താഴെ വേണം, 2 ബെഡ്റൂം മുകളിൽ വേണം, ഫാമിലി ലിവിങ് വേണം, മെയിൻ ലിവിങ് വേണം, എൻ്റർടൈനിങ് ഏരിയ വേണം, ഒരു മോഡേൺ ഹൗസിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും അവർ നിർത്തി വച്ചിരുന്നു. എന്നാൽ ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത കാരണം എന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമെന്നോ ആദ്യമേ അവർക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഡിസ്കഷന് ശേഷം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പോർച്ചും എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെ നമുക്കൊരു പ്ലാൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള രീതിയിലുള്ള ഒരു എലിവേഷനും ചെയ്യുവാൻ സാധിച്ചു. ഇതിനെല്ലാം അവരുടെ സൈഡിൽ നിന്നും നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് കണ്ടംപററി മതി, ചിലർക്ക് ട്രഡീഷണൽ മതി, ചിലർക്ക് പാലസ് ടൈപ്പ് മതി. എന്തോ അവരുടെ ആഗ്രഹം നമ്മൾ തിരിച്ചറിയുന്നത് അവർ തന്നെ പോയി കണ്ടിരുന്ന വീടുകളോ അല്ലെങ്കിൽ എൻ്റെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള ബുക്കുകളോ എല്ലാം അവർക്ക് ഒരു ഗൈഡ് ലൈൻ കാട്ടിക്കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ആ ആഗ്രഹങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പുതിയൊരു വീട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും റിവിഷനേ വന്നിട്ടില്ല. ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം ശരിയാവുന്ന രീതിയിൽ തന്നെ ഫസ്റ്റ് ഡിസൈനിൽ തന്നെ എല്ലാതും ഓക്കെ ആവുമായിരുന്നു. അതൊരു ഭാഗ്യവും കൂടിയിട്ടാണ്. പിന്നെ ഈ ഡിസൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ടർമാർക്കായാലും ബാക്കിയുള്ള ഫിനിഷിംഗ് ജോലിക്കാർക്കായാലും എല്ലാവർക്കും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ആയത് കാരണം വളരെ വേഗത്തിൽ തന്നെ പണി തീർക്കുവാൻ സാധിച്ചു. പിന്നെ വീടിന് വെള്ളനിറം വേണമെന്ന് അവരുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. വെള്ളനിറത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമയത്തും എല്ലാ കാലത്തും അതിൻ്റെതായ ഒരു പ്രൗഢി എപ്പോഴും അതിനകത്തുണ്ട്. പലതരം കളറുകൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഭംഗി ചിലപ്പോൾ ഈ വീടിന് കിട്ടിക്കൊള്ളണം എന്നില്ല. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിന് വെള്ളനിറം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തതും. അവരുടെ ആഗ്രഹവും വെള്ളനിറമായിരുന്നു. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീടിൻ്റെ എലിവേഷൻ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊരു പാരപ്പറ്റ് ഉള്ളത്. ഈ വീടിൽ പ്രത്യേകത എന്ന് പറയുന്നത് പാരപ്പറ്റ് വീടിൻ്റെ സ്ലാബിൻ്റെ ഏറ്റവും ഔട്ടർ സൈഡിലല്ല, കുറച്ച് ഉള്ളിലോട്ട് കയറി വെച്ചിട്ടാണ് ഇതിൻ്റെ പാരപ്പറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾക്ക് പ്രത്യേകിച്ചൊരു പൈസ ചിലവില്ലാതെ തന്നെ ഡിഫറെൻറ്റ് കട്ടിങ്ങൾ ലഭിക്കുവാൻ സാധിച്ചു. ഇല്ലെങ്കിൽ ഓരോ കട്ടിങ്ങൾ ലഭിക്കുന്നതിനും വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനും ആർട്ടിഫിഷ്യലായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അതൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പാരപ്പറ്റ് നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് വലിച്ചപ്പോൾ തന്നെ ഇതിന് ഓട്ടോമാറ്റിക്കായി കട്ടിങ്ങൾ കിട്ടി. അതേപോലെ തന്നെ ജനലുകളെല്ലാം ഭിത്തിയുടെ ഉള്ളിലോട്ട് ചരിച്ചു വെച്ച കാരണം ആ ഭിത്തിയിൽ മുഴുവൻ നമുക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ കട്ടിങ്ങൾ കിട്ടി. അതെല്ലാം വീടിന് ഭംഗി കൂട്ടുന്ന ഘടകങ്ങളായി മാറ്റി. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ
ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. സ്റ്റെയർകേസ് കയറി നാം എത്തി നിൽക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ്. ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും താഴേക്ക് നമുക്കുള്ള സീൻ വളരെ വിശാലമായ ഒരു രീതിയിലാണ് ഇതിന്റെ കട്ടൗട്ട് ഒരുക്കിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും ഒരു ചെറിയ എന്റർടൈൻമെന്റ് ഏരിയയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ റൂഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പർഗോളകൾ കൊടുത്ത് അതിന് മീതെ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്ന കാരണം വെളിച്ചത്തിന്റെ കുറവ് ഒട്ടും തന്നെ ഇതിൽ വരുന്നില്ല. ചെറിയ രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് ഏരിയയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ മതിയാവോളം എങ്ങനെ വേണമെങ്കിലും നമുക്കിരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഒരുക്കം. ടിവിയോ ഗെയിമോ എന്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചു പൊളിച്ച് ആസ്വദിക്കാം. Take a stand, for it was I who chose to start. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം റസ്റ്റിക് അഥവാ റോക്ക് ലുക്കിലാണ് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റഫ് ആൻഡ് ടഫ് എന്ന് പറയാം ഈ ഫിനിഷിന് നമുക്ക്. യുവതലമുറ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഫീലാണ് ഈ റഫ് ആൻഡ് ടഫ്. ഈ റൂമിൽ നിന്നും ബാൽക്കണിയിലിട്ട് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം എക്കോ ഫ്രണ്ട്ലി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ റൂമിന്റെ കളറിംഗ് തീം. ബ്രൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഇതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വാൾപേപ്പർ കൊണ്ട് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സീലിംഗ് ഡിസൈൻ. അപ്പം
നാം കടന്നെത്തുന്നത് ബാൽക്കണിയിലോട്ടാണ്. ബാൽക്കണിയുടെ മുൻഭാഗത്തായി വിശാലമേറിയ ഒരു ഓപ്പൺ ബാൽക്കണി തന്നെയുണ്ട്. ഏത് സമയത്തും എപ്പോഴും നമുക്ക് വന്നിരിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ്. പ്രൈവസിക്ക് ഒട്ടും കോട്ടം വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ബാൽക്കണി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്യാനെന്ന് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പ്രത്യേകമായിട്ട് ഇന്ന രീതിയിൽ വേണം, എലിവേഷനെ കുറിച്ചോ അതോ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ സജഷൻസുകൾ ഉണ്ടായിരുന്നു? ഓഫീസിൽ വരുന്ന സമയത്ത് നമ്മുടെ സ്ഥലത്തിന് വീടുകളോടുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പം അതിന് യോജിച്ച രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ഒരെണ്ണം വേണമെന്നുള്ള താല്പര്യത്തിൽ വന്നു. അവർക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു പ്ലാനായിരുന്നു. നിങ്ങൾ പറഞ്ഞ എല്ലാ റിക്വയർമെന്റ്സും അതിനകത്ത് പെട്ടുപോയി. പിന്നെ വീടിന്റെ എലിവേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ പ്ലെയിൻ എലിവേഷൻ തന്നെ വേണമെന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഡൈൻ ഔട്ട് വേണമെന്നുള്ളത് പ്രത്യേക ഒരു ആഗ്രഹമായിരുന്നു. മൊത്തത്തില് നമ്മുടെ മനസ്സിലുള്ള ഒരു രീതിയിൽ തന്നെ എല്ലാം സ്ഥലത്തിന്റെ പരിമിതികളൊന്നും ഇപ്പൊ വീട് പണി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ശരിക്കും ഒരു നല്ലൊരു സ്ക്വയർ നല്ല രീതിയിൽ തന്നെ. പിന്നെ ഇതിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും? അതിന്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള കാരണം നമ്മൾ പുറത്തോട്ടുള്ളവർക്കും പണിയുന്നവർക്കും ആർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ പൊളിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടായിരുന്നു വീടിന്റെ ഡിസൈനിങ് സമയത്ത്? ബാൽക്കണി വേണമെന്നുണ്ടായിരുന്നു. മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ലേ? ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കളർ തീമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. വീട്ടമ്മ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിച്ചണിനെ കുറിച്ച്, അടുക്കള ഭാഗങ്ങളാണല്ലോ കൂടുതൽ. എനിക്ക് വർക്കിംഗ് കിച്ചണും പിന്നെ മറ്റേ കിച്ചണും വേണം സജഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കിട്ടി. പിന്നെ കിച്ചണിന്ന് പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഒരു വിൻഡോ വേണമെന്ന്. അപ്പൊ അത് രണ്ടാമത് പിന്നെ നമ്മളത് സജഷൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെറിയൊരു ഡൈനൗട്ട് എന്നുള്ള രീതിയിൽ ഡൈനൗട്ട് എന്തായാലും വേണം എന്ന് ആദ്യമേ ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഗേറ്റ് കാണണം എന്ന് വിചാരിച്ചത്. അപ്പൊ അത് രണ്ടാമത് ശരിയായി. വീട് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോ എന്തായിരുന്നു അതിന്റെ തുടക്കം? എങ്ങനെയായിരുന്നു? ഞങ്ങളിതിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുള്ള ആദ്യ അവസാനമായിട്ട് അത് ഷൈൻ കൺസ്ട്രക്ഷനിലാണ് വന്നിട്ടുള്ളത്. അവിടെ വന്ന് ആദ്യത്തെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് വളരെ താല്പര്യമായിട്ട് രണ്ടാമത് വന്ന് ഞങ്ങൾ പ്ലാനൊക്കെ കണ്ട് എല്ലാം വളരെ താല്പര്യമായിട്ട് കണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട് പണിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതെങ്ങനെ തുടങ്ങണം? വീട് പണിയെ പറ്റി നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുമ്പോൾ വേണ്ടത് പ്രധാനമായിട്ടും ഒരു പ്ലാനിനെ പറ്റിയിട്ടാണ് വേണ്ടത്. ഒരു പ്ലാനിങ് സൈഡിൽ തന്നെയാണ് ആദ്യം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ എത്ര ഏരിയ വേണം, എത്രയാണ് അതിന് ബഡ്ജറ്റ് വേണ്ടത്, അതുപോലെ തന്നെ എത്ര ഒറ്റ ഫേസിൽ നമ്മൾ വർക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ നമുക്ക് 2 ഘട്ടമായിട്ട് വീട് പണിതാൽ മതിയോ, അതുപോലെ ഈ വീട് പണി തുടങ്ങിയാൽ എത്ര സമയം കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായൊരു ധാരണ നമുക്ക് വേണം. അതിനകത്ത് പ്രധാനം എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാൻ ആയിരിക്കണം. എത്ര സ്ക്വയർ ഫീറ്റ് വേണം പ്രധാനം. അതിനകത്ത് സ്ക്വയർ
അതിൽ പ്രധാനം എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ റൂമുകൾ ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഏരിയ കുറച്ച് കഴിഞ്ഞാൽ പൈസ കുറയുന്നില്ല. അതിൽ നല്ലത് ആവശ്യത്തിനുള്ള റൂം സൈസ് കൊടുത്ത് അത് വർക്ക് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് വൈസിൽ നന്നായിരിക്കുള്ളൂ. അതാണ് പ്ലാനിങ്ങിന്റെ പ്രധാനം. പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു 3D എലിവേഷനിലേക്കോ അല്ലെങ്കിൽ എലിവേഷൻ കാറ്റഗറിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്നാലാണ് നമുക്ക് അതൊരു വെർത്തായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പ്ലാൻ വീണ്ടും ചേഞ്ച് ചെയ്ത് വരുമ്പോൾ 3D എലിവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസ് നന്നായി കൂടി പോകും. അതുകൊണ്ട് പ്ലാൻ തന്നെ ഫൈനൽ ആവണം, എന്നിട്ട് മതി അടുത്ത വർക്കിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്താലും പ്രോബ്ലം ഇല്ല. കാരണം പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ എത്ര ചേഞ്ചസ് വരുത്തിയാലും അതുകൊണ്ട് നമുക്ക് കാര്യമായ നഷ്ടം വരില്ല. ആ സമയം വർക്ക് തുടങ്ങിയിട്ട് നമ്മൾ അത് അത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് തന്നെ ഡബിളും ത്രിബിളൊക്കെ ആയി പോകും. കാരണം ഓരോ സ്റ്റൈലും പൊളിക്കുക പണിയുക അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണ്ടത് പ്ലാൻ പക്കയായിട്ട് ചെയ്യാനാണ് പ്രധാനം വേണ്ടത്. മനസ്സിലായല്ലോ?